ഇന്ന് നമ്മൾ പോകുന്നത് വയനാട്ടിലെ തിരുനെല്ലിയിലെ ബ്രഹ്മഗിരി പീക്ക് ട്രെക്കിംഗ് ചെയ്യാനാണ്. നമ്മൾ നടന്നു കയറുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 1608 മീറ്റർ ഉയരത്തിലാണ്. 3 കിലോമീറ്റർ കാട്ടിലൂടെയും 3 കിലോമീറ്റർ പുൽമേടുകളിലൂടെയും നടന്ന് മലമുകളിലെത്തുമ്പോൾ ഒരു കാൽ കേരളത്തിലും മറുകാൽ കർണാടകത്തിലും വെക്കാൻ പറ്റുന്ന ആ ഒരു ബോർഡറുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. ഒന്നാന്തരം ഒരു ഇന്നോവ കാറിലാണ് ഞങ്ങൾ പോകുന്നത്. എന്റെ ബ്രദറാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഞങ്ങൾ അഗ്രഹാരം റിസോർട്ട് ലക്ഷ്യമാക്കി യാത്രയായി. അങ്ങനെ നമ്മൾ അഗ്രഹാരം റിസോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന വളരെ മനോഹരവും ശാന്തവുമായ അന്തരീക്ഷം. ഞങ്ങളിവിടെ 2 മഡ് ഹൗസുകളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഒന്നിന് ഏകദേശം 7000 രൂപ നിരക്കിൽ, 2 മഡ് ഹൗസുകൾക്കായി ആകെ 14000 രൂപയാണ് ചാർജ് വരുന്നത്. കൃത്യം ഉച്ചയ്ക്ക് 2 മണിയോടെ ഞങ്ങൾ ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് എല്ലാം പൂർത്തിയാക്കി ഞങ്ങളുടെ മഡ് ഹൗസുകളിലേക്ക് പ്രവേശിച്ചു. ഇതിന്റെ ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ ആർക്കിടെക്ചറിന്റെയും മിനിമലിസത്തിന്റെയും ഒരു പെർഫെക്റ്റ് ബ്ലെൻഡാണിത്. ചുമരിലുള്ള ചിത്രം കണ്ടപ്പോൾ എന്റെ സിസ്റ്റർ പറയുകയാണ് അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈജിപ്ഷ്യൻ കാലഘട്ടമാണെന്ന്. ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബാണ് കേട്ടോ. ഇതിന്റെയൊക്കെ യഥാർത്ഥ ഹൈലൈറ്റ് കിടക്കുന്നത് ഇവിടുത്തെ ബാത്റൂമിലാണ്. ഒരു പക്ക നാച്ചുറൽ ഓപ്പൺ ടു സ്കൈ ഫീലിംഗ് തരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ കാടിനുള്ളിലെ ഒരു കുളക്കടവിൽ വന്നു നിൽക്കുന്ന അതേ അനുഭവം. ഇവിടെ പബ്ലിക് സ്വിമ്മിംഗ് പൂളുമുണ്ട്. നാളെ ബ്രഹ്മഗിരി കയറാൻ പോകുന്നതിന് മുൻപ് ബോഡിയും മൈൻഡും ഒന്ന് റിലാക്സ് ചെയ്യാൻ ഇതിലും മികച്ചൊരു സ്പോട്ട് വേറെ ഉണ്ടാകില്ല. അങ്ങനെ നേരം വെളുത്തു. റിസോർട്ടിന്റെ അടുത്ത് തന്നെയാണ് ബ്രഹ്മഗിരി ട്രെക്കിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. ഇവിടെ രാവിലെ 7:30 തന്നെ എത്തിയിരിക്കണം. ഇതിന്റെ ചാർജും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 4 പേർക്ക് 2800 രൂപയാണ് വരുന്നത്. ഒപ്പം ഗൈഡിന് ഒരു 600 രൂപയും നൽകണം. അങ്ങനെ നമ്മൾ ട്രെക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ ആ കനത്ത വനമേഖലയിലേക്ക് ബ്രഹ്മഗിരിയുടെ ഹൃദയഭാഗത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ഗൈഡാണ് ഇപ്പോൾ മുന്നിലായി നടക്കുന്നത്. പൂർണ്ണമായും നിശബ്ദത പാലിച്ചുകൊണ്ട് വേണം കാട്ടിലൂടെ മുന്നോട്ട് നീങ്ങാൻ എന്ന് ഫോറസ്റ്റ് ഓഫീസർ ഞങ്ങൾക്ക് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്കിൽ മാത്രമേ വന്യമൃഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കൂ. അതോടൊപ്പം ഈ പ്രകൃതിയെ എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഒട്ടും മലിനമാക്കാതെ തിരികെ ഏൽപ്പിക്കണമെന്ന കർശനമായ ഓർമ്മപ്പെടുത്തലും അദ്ദേഹം നൽകി. ഈ വനപാതകളിൽ അട്ടകളുടെ ശല്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അട്ടകളെ പ്രതിരോധിക്കാൻ സാനിറ്റൈസറോ ഉപ്പോ ഷാംപൂവോ കരുതുന്നത് വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ ലീച്ച് സോക്സ് ധരിച്ചു വരുന്നത് യാത്ര കൂടുതൽ എളുപ്പമാക്കും. അട്ടകളുടെ കടികളും ചെറിയ പ്രതിസന്ധികളും താണ്ടി ഒടുവിൽ ഞങ്ങൾ ആ വാച്ച് ടവറിന് മുന്നിൽ എത്തിച്ചേർന്നു. കാടിന്റെ ആ വന്യമായ ശാന്തതയും എല്ലാം ചേർന്ന് വിവരിക്കാനാകാത്ത ഒരു അനുഭൂതിയാണ് സമ്മാനിക്കുന്നത്. അങ്ങനെ ഇനി നമ്മൾ ഏകദേശം 3 കിലോമീറ്ററോളം നീളുന്ന ആ പുൽമേടുകൾ നിറഞ്ഞ മലനിരകൾ കയറാൻ പോവുകയാണ്. നല്ല കൊടും മഞ്ഞും തണുപ്പും നിറഞ്ഞ ഒരു കാലാവസ്ഥയായിരുന്നു അവിടെ. കടുത്ത വെയിലില്ലാത്തതുകൊണ്ട് തന്നെ ട്രെക്കിംഗ് ഒട്ടും ക്ഷീണം തോന്നിക്കാത്ത മനോഹരമായ ഒരു അനുഭവമായി മാറി. ഈ മലനിരകളുടെ മറ്റൊരു പ്രത്യേകത ഇതിന്റെ വലതുഭാഗം കേരളവും ഇടതുഭാഗം കർണാടകയുമാണ്. അതിർത്തി പങ്കിടുന്ന ഈ പാതയിലൂടെയുള്ള യാത്ര തികച്ചും വ്യത്യസ്തമായൊരു അനുഭൂതിയാണ് സമ്മാനിച്ചത്. കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ മലയിറങ്ങാൻ തുടങ്ങി. കയറുന്നതിനേക്കാൾ വളരെ എളുപ്പമായിരുന്നു മലയിറക്കം. പക്ഷേ താഴെ എത്തിയപ്പോഴാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്റെ കാലിൽ ധാരാളം അട്ടകൾ കടിച്ചിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ സാനിറ്റൈസർ ഉപയോഗിച്ചാണ് അട്ടകളെയെല്ലാം തട്ടിക്കളഞ്ഞത്. അങ്ങനെ ഒട്ടനവധി നല്ല ഓർമ്മകളോടെ ഞങ്ങളുടെ ബ്രഹ്മഗിരി ട്രെക്കിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നു.